കാർഷിക മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകി ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് മഹാത്മാഗാന്ധി ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിനും പഞ്ചായത്തിന് സ്ഥലം വാങ്ങുന്നതിനുമായി 3 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്കായി 2,88 ലക്ഷം രൂപയും ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായമായി 2 ലക്ഷം രൂപയും അനുവദിച്ചു. കോയിപ്പള്ളി, ചെന്നാക്കുന്ന് കുടിവെള്ള പദ്ധതികൾക്കായി 25 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത്. മണ്ണംപ്ലാവ് കുടിവെള്ള പദ്ധതിക്ക് 5 ലക്ഷം രൂപയും വകയിരുത്തി. വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 2,02,50,000 രൂപയും അനുവദിച്ചു. വാളക്കയത്തും പടനിലത്തും PHC സെന്ററുകൾക്കായി 50 ലക്ഷം രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട്. 49,84,84,690 രൂപ വരവും 45,34,99,270 രൂപ ചെലവും 4,11,85,420 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖല 1,35,79,850 രൂപ. പശ്ചാത്തല മേഖല 5,42,50,000. സേവന മേഖല 7,80,30,275. ഭവന പദ്ധതി 16,01,60,00,000. കാർഷിക മേഖല 1,05,00,000. മൃഗസംരക്ഷണം, ക്ഷീരവികസനം 25 ലക്ഷം. കുടിവെള്ളം 1,15,26,000. വനിതാ ശിശുക്ഷേമം 55 ലക്ഷം. വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനത്തിനും സ്കൂളിന് ഫർണിച്ചർ വാങ്ങുന്നതിനും കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണത്തിനും അതിദരിദ്ര നിർമ്മാർജ്ജനത്തിനുമായി ബജറ്റിൽ തുക മാറ്റിവെച്ചു. SC/ST പദ്ധതിക്കായി 8 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.